നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാകുന്നു. അതിൽ ആദ്യത്തേതായ നിറം വെള്ള നിറമാണ്. രണ്ടാമത്തേതായ നിറം മഞ്ഞ നിറമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ പലവിധ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഒരു പരിധി വരെയാണ് തരണം ചെയ്യുവാൻ സാധിക്കുന്നത്. അത് കർമ്മഫലത്താൽ വന്നു ചേരുന്നതായ ദുഃഖങ്ങളാണ്. അതിനാൽ തന്നെ ഇവ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാനും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആദരവ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പ്രത്യേകമായ കഴിവിനാൽ നിങ്ങൾക്ക് നേതൃസ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായി പല ക്ലേശങ്ങളും ദുരിതപൂർണമായ സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ശാശ്വതമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധന ഇടപാടുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പലവിധ തിരിച്ചടികളും ധനപരമായ നഷ്ടങ്ങളും മാനഹാനിയും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ ശത്രുക്കൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവരെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈശ്വരാരാധനയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ഈശ്വരാനുഗ്രഹത്തെ ഇരട്ടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ ശത്രുദോഷങ്ങളെ പോലും ഫലപ്രദമായി നിങ്ങൾക്ക് ചെറുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പണം കൈകളിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങൾ അത് നിങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതലായി ഭാഗ്യദേവത കടാക്ഷിക്കുന്ന കാര്യങ്ങളാൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആദരവോ സ്വീകരണമോ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സഹായിച്ചവർ പോലും തിരിച്ചടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും പല വിധത്തിലുള്ള വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. അത്തരം അനുഭവങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏവരും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ചിലരെങ്കിലും അത്തരത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്നു എന്ന് വരാം. അത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകും. എന്നാൽ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. കുടുംബത്തിലെ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ അത് ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. രമ്യതയിൽ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിവുകൾ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സമയം ശോഭിക്കുവാനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക്
മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ കൂടി കടന്ന് വരാവുന്നതാണ്. ശത്രുക്കൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മിത്രങ്ങളായി കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറായി എന്ന് വരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നതാണ് വാസ്തവം. അത് ആരോഗ്യ കാര്യങ്ങളിലാകാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി, തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. എന്നാൽ അത്തരം തെറ്റായ ചില ചിന്തകൾ നിങ്ങൾക്ക് എതിരായി മാറുമോ എന്നുള്ള ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചില തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കുന്നതായി മാറാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത ഒരല്പം കൂടുതലുള്ള സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നതായ ചില കലഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യങ്ങളായി മാറാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക ക്ലേശത്തെക്കാൾ മാനസികപരമായ വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നതായ വിഷയങ്ങൾ, കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തണം. കാരണം ഏതൊരു കാര്യവും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതായ സമയമാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ പോലും അല്പം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. മാനസികപരമായ പ്രശ്നങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് സന്തോഷകരമായ നിമിഷങ്ങളും ധനപരമായ നേട്ടങ്ങളോ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങൾ അവർക്കും അനുകൂലമായി തീരാം. നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും മനസ്സ് മടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശ യോഗം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ സമയം പലവിധ ചിന്തകൾ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. ചില കാര്യങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായി ഒഴിവാക്കാം എന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കേണ്ടതായ തീരുമാനമാകുന്നു. ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർമ്മരംഗത്ത് നിങ്ങൾ നേരിടുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്തെ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക്
അപ്രതീക്ഷിതമായി തന്നെ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് കൂടി വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയവും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും.